മേദല മുഹ്യുദ്ദീൻ മഹലിലെ പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും മുത്തവല്ലി ഭരണ ചുമതല തോട്ടത്തിക്കുളം കുടുംബത്തെ ഏൽപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി ആക്ഷേപം. മഹലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും ഇതിനായി മഹലിലെ മുസ്ലിം കുടുംബങ്ങൾ രംഗത്തിറങ്ങുമെന്നും സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1995 മുതൽ, അതിനു മുമ്പ് പല തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും 95 മുതൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് നടത്തിക്കൊണ്ടിരുന്നത് 2022 വരെയും. എന്നാൽ ഏതാനും അവർ ഈ മുത്തവല്ലി ഭരണത്തിൽ തർക്കമുണ്ട് എന്ന നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് 2022 വഖഫ് ബോർഡ് ഈ വഖഫ് മഹലിന്റെ ഭരണം നേരിട്ട് ഏറ്റെടുത്ത് ഒരു ഉദ്യോഗസ്ഥനെ, ഒരു ഇന്റർവ്യൂ മുത്തവല്ലിയെ വെച്ച് അതിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഈ ഭരണ പൊതുയോഗം, ജനങ്ങളുടെ മുഴുവൻ പൊതുയോഗം വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് സ്കീമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ സ്കീമിന്റെ പ്രശ്നം പരിഹരിച്ച് അവരിൽ നിന്ന് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കമ്മിറ്റിയെ ഭരണം ഏൽപ്പിക്കുന്നതിന് പകരം നാട്ടിലെ ഏതോ നാട്ടുപ്രമാണിമാർ വഖഫ് ബോർഡിനെ സ്വാധീനിച്ച്, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നാട്ടിലെ 1-2 പ്രമാണിമാരെ ഈ പള്ളിയുടെയും ഈ വഖഫിന്റെയും മുഴുവൻ ചുമതല ഏൽപ്പിച്ചു കൊടുക്കാനുള്ള നീക്കം നടക്കുകയാണ്. മേദല മുഹ്യുദ്ദീൻ മഹലിലെ പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും മുത്തവല്ലി ഭരണ ചുമതല നിയമവിരുദ്ധമായി തോട്ടത്തിക്കുളം കുടുംബക്കാരെ ഏൽപ്പിക്കാൻ സംസ്ഥാന വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുകയാണെന്ന് മേദല പ്രദേശത്തെ മുസ്ലിം കുടുംബങ്ങളുടെ കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളി സ്ഥാപിച്ചത് തോട്ടത്തിക്കുളം കുടുംബക്കാരാണെന്ന് കാണിക്കുന്ന യാതൊരു രേഖകളും ഇല്ലെന്നും കോടതിയെയും വഖഫ് ബോർഡിനെയും തെറ്റിദ്ധരിപ്പിച്ച് മഹലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുമെന്നും ഇതിനായി മഹലിലെ മുസ്ലിം കുടുംബങ്ങൾ രംഗത്തിറങ്ങുമെന്നും കൂട്ടായ്മ സമരസമിതി പറഞ്ഞു. മഹലിന്റെ പരിപാലനം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മഹൽ അംഗങ്ങൾ പൊതുയോഗം ചേർന്ന് തെരഞ്ഞെടുക്കുന്ന ജനകീയ കമ്മിറ്റിയാണ് നടത്തിവരുന്നത്. എന്നാൽ പള്ളി സ്ഥാപിച്ചത് തോട്ടത്തിക്കുളം കുടുംബക്കാരാണെന്നും അതിനാൽ അവരുടെ പിന്മുറക്കാർക്കാണ് മുത്തവല്ലി സ്ഥാനത്തിന് അർഹതയെന്നും അവകാശപ്പെട്ട് ഏതാനും പേർ കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് വഖഫ് ബോർഡ് 2022 മെയ് മാസത്തിൽ മഹല്ല് ഭരണം ഏറ്റെടുത്ത് ഇടക്കാല മുത്തവല്ലിയെ നിയമിച്ചു. എന്നാൽ തോട്ടത്തിക്കുളം കുടുംബത്തിലെ ചിലർ വഖഫ് ബോർഡിനെ സ്വാധീനിച്ച് ഇടക്കാല മുത്തവല്ലിയിൽ നിന്നും അവർക്ക് അധികാരം കൈമാറുന്ന ഉത്തരവ് സമ്പാദിക്കാനുള്ള ശ്രമം നടത്തിവരികയാണെന്നാണ് ആക്ഷേപം. വാർത്താ സമ്മേളനത്തിൽ 2022 വഖഫ് ബോർഡ് നീക്കം ചെയ്ത മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ, വൈസ് പ്രസിഡന്റ് VM മീരാൻ, സെക്രട്ടറി VM ഇബ്രാഹിം, ജോയിന്റ് സെക്രട്ടറി അസീസ് തോലപ്പുറം, അഡ്വക്കേറ്റ് MM അലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.